മോഡൽ ടിഷ ശർമ്മയെ ഭർത്തൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം CBI അന്വേഷിക്കും. CBI അന്വേഷണം ഏറ്റെടുക്കാനുള്ള നടപടികൾ ഇന്ന് തന്നെ സ്വീകരിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. മാധ്യമങ്ങൾ മൊഴികൾ പ്രസിദ്ധീകരിക്കുന്നത് ഒഴിവാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നു. ഷബ്ന, വൈകി വാർത്ത അറിഞ്ഞു തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി വിശദീകരിക്കാമോ? എങ്ങനെയാണ് ഈ മരണമുണ്ടായത്? എന്താണ് അതിലെ പരാതിയുമായിട്ട് വന്നത്? ഇപ്പോൾ CBI ഏറ്റെടുക്കേണ്ടതിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ്? സനീഷ്, ഭോപ്പാലിലെ ഈ മോഡലായ ടിഷ ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ, മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അതിൽ കോടതി ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള പ്രത്യേക സാഹചര്യം, ഈ ടിഷ ശർമ്മയുടെ ഭർത്താവ് ഒരു അഭിഭാഷകനാണ്. കൂടാതെ ഭർത്താവിൻ്റെ പിതാവ് മുൻ ജഡ്ജിയാണ്. ഇവരുടെ വീട്ടിലാണ് ഇത്തരത്തിൽ സ്ത്രീധന പീഡന മരണം നടന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നത്. ടിഷ ശർമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഇവരുടെ കഴുത്തിലടക്കമുള്ള പാടുകൾ കാണുകയും അത്തരത്തിൽ ഇതൊരു ഈ വലിയ ക്രൂരത, അവിടെ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് വലിയ മർദ്ദനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരത നടന്നിരുന്നു എന്ന് വ്യക്തമാകുകയും ചെയ്തു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് CBI ഏറ്റെടുക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചത്. ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് ഇത്തരത്തിൽ CBI അന്വേഷണത്തിന്, കൃത്യമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാണ്. അതിനുള്ള നടപടികളെല്ലാം തന്നെ ഇന്ന് തന്നെ പൂർത്തിയാക്കും. ഇന്ന് തന്നെ അത് CBIക്ക് ഈ കേസ് കൈമാറുന്ന നടപടികൾ പൂർത്തിയാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ഇന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ ഈ മൊഴികളടക്കമുള്ള കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കരുത്. CBI ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് എന്ന് പറയുന്നു. കാരണം കോടതി തന്നെ ഒരു സംശയം ഉന്നയിച്ചത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് മുൻ ജഡ്ജിയുടെ മരുമകൾ, അതോടൊപ്പം തന്നെ അഭിഭാഷകനായ ഭർത്താവ്, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉള്ള ഒരു കുടുംബത്തിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അത് പക്ഷപാതപരമാകും എന്ന് ജുഡീഷ്യറി തന്നെ കണ്ടെത്തുകയും ആ രീതിയിൽ സ്വമേധയാ കേസെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാധ്യമങ്ങൾ ശ്രദ്ധ പുലർത്തണം എന്ന് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്.